Hey guys, welcome back to our channel. So welcome back to another new trailer reaction. സുഹൃത്തുക്കളെ എൻ്റെ മോനെ the most awaited movie of this year അല്ലെങ്കിൽ this month ഒരു ദിസ് ഡെക്കേഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന രീതിക്കുള്ള ഒരു മൂവിയാണ് സുഹൃത്തുക്കളെ. ദൃശ്യം 3 എന്ന് പറയുന്ന മൂവിയുടെ ഒഫീഷ്യൽ ട്രെയിലർ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. നമ്മുടെ ലാലേട്ടൻ അങ്ങനെ വീണ്ടും മൂന്നാമത് വരികയാണ് ജോർജ് കുട്ടി എന്ന ക്യാരക്ടറുമായിട്ട്. സോ ലെറ്റ്സ് സീ ദ ഒഫീഷ്യൽ ട്രെയിലർ ഓഫ് ദൃശ്യം 3 മൂവി സുഹൃത്തുക്കളെ. ഐ ആം വെരി മച്ച് എക്സൈറ്റഡ്. ആർ യു ഗൈസ് എക്സൈറ്റഡ് ടു വാച്ച് ദിസ് മൂവി? ലെറ്റ്സ് ഗോ. Use headphone for better experience. എല്ലാവരും ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യും. പോലീസിനും ഈ സൊസൈറ്റിയിലെ നല്ലൊരു ശതമാനം ആളുകൾക്കും ഈ കേസിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നന്നായിട്ട് അറിയും. Panorama Studios present Ashravad. ഇയാളാണൊരു കില്ലാടിയാ. ചുമ്മാതാണോ പോലീസുകാർ പോലും ചുല്ലു പറഞ്ഞത്? മോഹൻലാൽ. ജോർജോട്ട് തന്നെയല്ലേ പറഞ്ഞത് പ്രശ്നങ്ങളൊക്കെ തീർന്നു, ഇനി പേടിക്കാനൊന്നുമില്ലെന്ന്. ഒരാളാണല്ലോ. അപ്പോ പോലീസുകാരും അയാളുടെ ഒരു ഫാനാണ്. You are witnessing his defense. രണ്ടുപേരാരൊക്കെയാ പുതിയ രണ്ട് ക്യാരക്ടേഴ്സ്? വരുണിന്റെ ഫ്രണ്ട്സ് ഓർ ഫാമിലി കസിൻസ് സംതിങ്. വീണ്ടും വാഴത്തോട്ടത്തിലാണല്ലോ ലാലേട്ടൻ വിത്ത് ഇസ് കോസ്റ്റ്. ഈ ആക്സിഡന്റ് കാര്യം അവരോട് പറയാൻ പറ്റാതെ? അവരെ രക്ഷിക്കാനാണെങ്കിൽ ഞാൻ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവരുടെ അച്ഛനും ക്രിമിനലാണ് എന്നൊരു തോന്നലുണ്ടായ. ഞാൻ തന്നെ അങ്ങനെ ചിന്തിച്ചു. ജിത്തു ജോസഫ്, ആന്റണി പെരുമ്പാവൂർ. മീഡിയ ഇൻവെസ്റ്റിഗേഷനിലൂടെ ജീവൻ വെച്ച് തെളിയിക്കപ്പെട്ട എന്തോരം കേസുകളുണ്ട് സർ. ഓ, മീഡിയ ടീം ഏറ്റെടുത്ത് ആരാണെന്ന് മനസ്സിലാക്കാൻ എന്തെങ്കിലും സൂചന തരാം? I want his full file on my desk as soon as possible. ഇനി അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, എല്ലാം കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. എൻ്റെ അളിയ, എടേ എനിക്ക് തോന്നിയൊരു തോന്നല് ഞാൻ പറഞ്ഞോട്ടെ. അതായത് ഈ വരുണ്ട ഫോണിനകത്തെങ്ങാണ എവിടെയെങ്കിലും വീഡിയോ റെക്കോർഡ് സംതിങ് അങ്ങനെ എന്തെങ്കിലും. ഫോണ് തെളിവായിട്ടില്ല, പക്ഷേ അല്ല ഗൂഗിൾ ഡ്രൈവിനകത്തോ അല്ലെങ്കിൽ ഐക്ലൗഡിനകത്തോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് വീഡിയോയിലൂടെ സേവ് ആയിട്ടുണ്ടോ? ഇനി അത് ബാക്കപ്പ് എടുത്ത് വരുന്നത് വല്ലതും ആണോടെ? ഫോണിനകത്ത് എന്തോ നോക്കിക്കൊണ്ട് ലാലേട്ടൻ ഞെട്ടിത്തടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും മീഡിയ ഭാഗത്തു നിന്ന് അവർ ഈ കേസിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. ഐ മീൻ പോലീസുകാർ ഈ കേസ് ഇനിയിപ്പോൾ ഒരു തുമ്പില്ല എന്നുള്ള രീതിക്ക് വിട്ടിട്ടില്ല. ബട്ട് എന്നാൽ പോലും അവർ ഒരിതായിട്ട് നിർത്തിയല്ലോ. അപ്പോൾ ഇനി മീഡിയയും കൂടെ ഏറ്റെടുക്കുകയാണ്. ദ പാസ്റ്റ് നെവർ സ്റ്റേ സ്റ്റൈലസ്. എൻ്റെ മോനെ എന്തുമായിരിക്കും ഇല്ലേ? അയ്യോ, ദൃശ്യം 3 21 പടം ഇറങ്ങുന്നത്. എന്നാലും സോ മച്ച് കൺഫ്യൂസ്ഡ് ആണ് സുഹൃത്തുക്കളെ. ബട്ട് ദ വൺ പേഴ്സൺ ജിത്തു ജോസഫ്, ഒറ്റ പേരിലാണ് നമ്മൾ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. പുള്ളി എന്തായാലും വെറുതെ ആയിരിക്കത്തില്ലല്ലോ ലാലേട്ടനുമായിട്ട് വീണ്ടും ഇത് ചെയ്യാമെന്ന് പറഞ്ഞത്. സോ ദർ ഇസ് സംതിങ്. ബട്ട് ട്രെയിലർ ഈസ് നൈസ്, ഐ ലൈക്ക് ഇറ്റ്. എന്തായാലും മെയ് 21 സുഹൃത്തുക്കളെ പടം വേൾഡ് വൈഡ് റിലീസാവുന്നത്. രാവിലെ 8 മണിക്കാണ് ഫസ്റ്റ് ഷോ തുടങ്ങുന്നത്. ഐ മീൻ ഈ പടത്തിൻ്റെ ഫസ്റ്റ് ഷോ തുടങ്ങുന്നത് രാവിലെ 8 മണിക്കാണ്. സോ യെസ് കേസ്, അപ്പോൾ അതാണ് ദൃശ്യം 3 എന്ന് പറഞ്ഞ മൂവിയുടെ ഒഫീഷ്യൽ റിയാക്ഷൻ സുഹൃത്തുക്കളെ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.